ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്നൊരു ചെറിയ പെറ്റ് വീഡിയോ ആണ്. നമുക്ക് നോറ എന്ത് ചെയ്യാമെന്ന് നോക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ എൻ്റെ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നോറ എൻ്റെ നോക്കി അവിടെ ഇരിക്കുന്നുണ്ട്. ഗുഡ് മോർണിംഗ്. എന്താണ് ഗുഡ് മോർണിംഗ്? ആളുടെ ഉറക്കവും ഫുഡ് എടുക്കലൊക്കെ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് നോറയിട്ട് ഹോസ്പിറ്റലിൽ പോകുന്ന ഒരു ചെറിയ വിശേഷം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ടായിരുന്നു. അന്ന് ഡോക്ടർ പറഞ്ഞ പോലെ ഒരു 50 to 58 ഡേയ്സിൻ്റെ ഇടയിൽ ഒന്നുകൂടെ കൊണ്ടുവരണം എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ നോറയിട്ട് ഹോസ്പിറ്റലിൽ പോകുന്നൊരു ചെറിയ വീഡിയോ ആണ്. നോറ ഇന്നലെയൊക്കെ തൊട്ടുന്ന് ഉറക്കമൊക്കെ ഇത്തിരി കുറഞ്ഞിട്ടുണ്ട്. ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ ഫുഡ് എടുക്കുന്നതാണെങ്കിലും ഒരു ഇത്തിരി കുറവാണ്. മുമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെറ്റ് ഫുഡൊക്കെ കഴിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ പെറ്റ് ഫുഡൊന്നും അവൾക്ക് താല്പര്യമില്ല. പിന്നെ അത് കൂടാതെ തന്നെ മദർ ആൻഡ് പപ്പ എന്നുള്ള ഫുഡിലോട്ട് നമ്മൾ മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഡെലിവറി ഒക്കെ അല്ലേ, പാലും എല്ലാം ഉണ്ടാവാൻ നല്ലതാണെന്ന് പറഞ്ഞതുകൊണ്ട് അതിലോട്ട് മാറ്റിയായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഒരു 2 ദിവസമായിട്ട് അതൊക്കെ ആൾ കുറഞ്ഞു. പിന്നെ ആകെ കഴിച്ചിരുന്നത് എഗ്ഗാണ്. അപ്പോൾ അതും ഇന്നലെ തൊട്ടിട്ട് വലിയൊരു ഇൻട്രസ്റ്റോട് കൂടിയിട്ടൊന്നുമല്ല ആൾ കഴിക്കുന്നത്. എങ്കിൽ പിന്നെ ഇന്നൊന്ന് കൊണ്ടുപോയി ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം, നമ്മുടെ ഒരു സമാധാനത്തിന് വേണ്ടി മാത്രം. അപ്പോൾ ആളാണെങ്കിൽ ഇങ്ങനെ നമ്മൾ ആരെങ്കിലും ഇപ്പോൾ അവൻ്റെ കൂടെ ഉണ്ടാവണം. ഒന്നല്ലെങ്കിൽ ഏട്ടൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഞാനുണ്ടാവും, അല്ലെങ്കിൽ ഷീബ ഉണ്ടാവും. ആരെങ്കിലും ഒരാൾ ഇങ്ങനെ മാറി മാറി ഇരുന്നിട്ടില്ലെങ്കിൽ ആൾക്ക് ഭയങ്കര വിഷമവും കരച്ചിലും ഒക്കെയാണ്. അപ്പോൾ ഇങ്ങനെ തന്നെയാണോ എല്ലാ ഡോഗ്സും ഇങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. കാരണം ഞങ്ങൾക്കിത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പറ്റാവുന്ന അത്രയും കെയർ കൊടുത്തിട്ടാണ് ഞങ്ങൾ അവളെ നോക്കുന്നതും. ഷീബ രാവിലെ തന്നെ അടിച്ചു വാരി തുടച്ച് അവളുടെ ബെഡെല്ലാം റീഅറേഞ്ച് ചെയ്ത് അവളെ അവിടെ കിടത്തുന്നുണ്ട്. പക്ഷെ അവളത് ഇപ്പോൾ കിടത്തിയാലും ഈ കാലുകൊണ്ട് ഇങ്ങനെ ആ തുണികൾ മാന്തും. അപ്പോൾ ഡേറ്റ് എടുക്കുമ്പോഴാണ് ഇങ്ങനെയെന്നൊക്കെയാണ് ഞാൻ വീഡിയോസിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. പല വീഡിയോസും ഞാനിപ്പോൾ കാണുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഏട്ടൻ വന്ന് അവളോട് കുറച്ച് നേരം സംസാരിക്കുന്നുണ്ട് കേട്ടോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം നോറയായിട്ട് ഇന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ട ദിവസമാണ്. രാവിലെ തന്നെ ഇന്ന് ഷീബയുടെ സ്പെഷ്യൽ മസാല ദോശയുണ്ട്. കൂടാതെ അടിപൊളി സാമ്പാറുണ്ട്. പിന്നെ ഞാൻ നോർമലി രാവിലെ കട്ടൻ ചായയാണ് കുടിക്കാറുള്ളത്. സാമ്പാറും മസാല ദോശയും അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. അതൊക്കെ ശിവ രാവിലെ എഴുന്നേറ്റ് തന്നെ ഉണ്ടാക്കും കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞു. നമ്മളത് ഇപ്പോൾ നേരെ ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ്. നമ്മൾ കഴിഞ്ഞ തവണ പോയ ഡോക്ടർ ഷാജഹാൻ ഡോക്ടറെ തന്നെയാണ് കാണാനായിട്ട് പോകുന്നത്. അവിടെ ചെന്ന് ഇറങ്ങിയപ്പോൾ തന്നെ നോറ തന്നെ നടന്ന് വരട്ടെ എന്ന് ഏട്ടൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അങ്ങനെ നോറ തന്നെ ഹോസ്പിറ്റലിലോട്ടൊക്കെ നടന്ന് അകത്ത് കയറിയപ്പോഴാണ് ഷാജഹാൻ ഡോക്ടർ ലീവാണ്. അപ്പോൾ ജൂനിയർ ഡോക്ടറായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ ജൂനിയർ ഡോക്ടറെ കണ്ട് സ്കാൻ ചെയ്തു. അപ്പോൾ ഇപ്പോൾ ഏകദേശം 55 ഡേയ്സ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു 3-4 ദിവസത്തിനുള്ളിൽ ഡെലിവറി എക്സ്പെക്റ്റ് ചെയ്യാമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. എന്ന് വേണേലും പ്രതീക്ഷിക്കാം. കാരണം ആൾക്ക് സമയം ആയിട്ടുണ്ട്. കാരണം അതുകൊണ്ടാണ് ആൾക്ക് ഇപ്പോൾ രാത്രി ഉറക്കം കുറയണതും ഭക്ഷണം കഴിക്കാത്തതും പിന്നെ ഈ കാലുകൊണ്ട് ഈ തുണികളൊക്കെ ഇങ്ങനെ മാറ്റി ഇടുന്നതെല്ലാം അതിൻ്റേതായ ലക്ഷണങ്ങളാണ് എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ എന്ന് വേണേലും ഞങ്ങൾ ആ ഒരു സന്തോഷ വാർത്തയ്ക്കായിട്ട് ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ഞങ്ങളുടെ ചെറിയ വിശേഷങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു സോ മച്ച്.